രഞ്ജിനി അടുത്തിടെ എനിക്ക് തോന്നുന്നു കുറേ നമ്മുടെ ചാനലുകളിലൊക്കെ രഞ്ജിനിയെ കണ്ട് ശീലം വരുന്നതിന് മുമ്പ് വളരെ എനിക്ക് തോന്നുന്നു ഈ രൂപമായിരുന്നു അല്ലെങ്കിൽ ഈ രൂപമല്ല, ഇതൊരു ഐ തിങ്ക് വയസ്സ് കൂടിയ ഒരു സമയം കൊണ്ട് രൂപമൊക്കെ മാറി മാറി വന്നപ്പോൾ അത് ടിപ്പിക്കലി ആദ്യം പാടിയ പാട്ടില്ലേ അതിനൊക്കെ സൂട്ട് ചെയ്യുന്ന ഒരു രൂപമായിരുന്നു. അതിങ്ങനെ രഞ്ജിനിയുടെ ഫാദർ മദറൊക്കെ മലയാളീസ് ആണ്. എൻ്റെ ഫുൾ ഫാമിലി മലയാളീസ് ആണ്. അച്ഛൻ കോന്നിക്കാരനാണ്, അമ്മ എറണാകുളം, അമ്മ ഫ്രം വൈക്കം, അപ്പൂപ്പൻ ഫ്രം ഹിയർ. സോ ഫുള്ളി എൻ്റെ 21 വയസ്സ് വരെ ഞാൻ കേരളത്തിൽ തന്നെയാണ് പഠിച്ചത്. 21 ഡിഗ്രി സെൻറ്റ് ട്രീസാസിലായിരുന്നു, സ്കൂളിംഗ് ചോയ്സിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് ഒരു 1.5 വർഷം പോയി. ഈ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ബാംഗ്ലൂർ ലൈഫിലാണോ രഞ്ജിനിയെ ഇപ്പോഴത്തെ രഞ്ജിനിയായിട്ട് മേക്ക് ചെയ്തത്? ആക്ച്വലി നോ, ഐ തിങ്ക് സ്കൂളിലും പഠിച്ച സമയത്തും കോളേജിൽ പഠിച്ച സമയത്തൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതിലിപ്പം ഇങ്ങനെയെന്ന് പറഞ്ഞത് വിഷ്വലി കാണാനാണോ സംസാരിക്കുന്ന രീതിയിലാണോ ഉദ്ദേശം? വിഷ്വലി അല്ല, സംസാരിക്കുന്ന രീതി. ഇല്ല, ഐ തിങ്ക് ഫ്രം എ വെരി യങ് ഏജ് ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. മേ ബി എൻ്റെ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ ഞാൻ കറക്റ്റായി സംസാരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇംഗ്ലീഷ് ഓക്കെ, മലയാളം കൊള്ളണമെന്ന് എല്ലാവരും പറയുന്നു. അത് എനിക്ക് തന്നെ അറിയാം. കുറേ നാൾ ടച്ച് വിട്ടിട്ട് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല മലയാളം കറക്റ്റായിട്ട് പറയണം, കറക്റ്റായി പഠിക്കണം എന്ന്. പക്ഷേ ഇംഗ്ലീഷ് കറക്റ്റായി സംസാരിക്കണം, കറക്റ്റായി പഠിക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡിഗ്രിയിൽ ജോയിൻ ചെയ്തപ്പോൾ ഫെനറ്റിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ട്. ടു സ്പീക്ക് ഇംഗ്ലീഷ് പ്രോപ്പർലി, അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷനും ഡിക്ഷനും ഒക്കെ ഫെനറ്റിക്സ് പഠിച്ചാൽ നന്നാവും. അപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ എനിക്ക് ഫെനറ്റിക്സ് കിട്ടിയതോടെ എനിക്കൊരു വലിയൊരു ലോകം തുറന്ന പോലെയായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കുറേ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ ബുക്സ് ഒക്കെ വായിച്ച് അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം. ഇന്നും പുതിയൊരു വാക്ക് കേട്ടാൽ ഞാൻ ആദ്യം ഫോണിലിപ്പോൾ ഗൂഗിൾ ഉണ്ടല്ലോ, വിക്കിപീഡിയ ഒക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ട് അതെങ്ങനെ പറയണമെന്ന് പഠിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മലയാളത്തോടും കേരളത്തോടും ഒരു ദേഷ്യവും അത്ര കംഫർട്ടബിൾ അല്ലാഞ്ഞിട്ടാണ് ഞാൻ ബാംഗ്ലൂരിൽ പോയത്. കേരളത്തോട് ദേഷ്യമാണോ? മലയാളികളോട്. എന്താ കാരണം? ബിക്കോസ് ഞാൻ ഉണ്ടല്ലോ, ഐ ഓൾവേസ് ലിവ് മൈ ലൈഫ് ബൈ മൈ ടേംസ്. എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ ജീവിക്കും. പക്ഷേ ഞാൻ വളർന്നു വന്നൊരു സാഹചര്യം, അമ്മയും ഞാനും എൻ്റെ ബ്രദറും ഒറ്റയ്ക്കായിരുന്നു. ഇറ്റ് വാസ് വെരി ഇൻറ്റർഫിയറിങ് ആ നേച്ചർ. ആൻഡ് ആ ഒരു ചെറിയൊരു പ്രായത്തിൽ എനിക്ക് തിരിച്ചു പറയാനുള്ള അറിവില്ല, പ്രായമില്ല, നമുക്കൊന്നും പറയാനും പറ്റില്ല. സോ ഐ ഫെൽറ്റ് ഇറ്റ് വാസ് വെരി ഇൻറ്റർഫിയറിങ്. ആൾക്കാർ യുനോ, ഞാനും അമ്മ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്ന ഒരു വീട്ടിൽ. പിന്നെ നെയ്ബേഴ്സിൻ്റെ പ്രോബ്ലം അവിടെ എനിക്ക് പ്രായം കൂടിക്കൊണ്ട് വരുമായിരുന്നു. ഐ വാസ് ബിക്കമിങ് ഒരു 14, 15, 16. അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ആ പ്രായം വരുമ്പോൾ തന്നെ അറിയാലോ പ്രശ്നങ്ങൾ എന്തൊക്കെ നെയ്ബർഹുഡിൽ വരാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് അറ്റ് ഓൾ. എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നു? എന്തുകൊണ്ട് ഒരു പെണ്ണ് ജീൻസ് ധരിച്ച് നടന്നാൽ അല്ലെങ്കിൽ സൈക്കിൾ ഓടിച്ച് പോയാൽ, ഞാൻ ട്യൂഷനും പനമ്പള്ളി നഗറിൽ ചാട്ട് കഴിക്കാനൊക്കെ ഞാൻ സൈക്കിൾ ഓടിച്ചാൽ പോകണേ. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ആൾക്കാരുടെ ഒരു നോട്ടും ഒന്നും ഞാൻ കംഫർട്ടബിൾ അല്ലായിരുന്നു, കമൻസും. അപ്പോൾ അന്ന് തിരിച്ചു പറയാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഐ തിങ്ക് പ്രായം കുറച്ച് കൂടി വന്ന് നമ്മുടെ സിസ്റ്റത്തിനെ കുറിച്ചും ലീഗൽ സിസ്റ്റത്തിനെ കുറിച്ചും നമ്മുടെ റൈറ്റ്സിനെ കുറിച്ചും ഒക്കെ ഒരു അറിവ് വന്നതിന് ശേഷമാണ് ഞാൻ തിരിച്ചു പറഞ്ഞാൽ എന്നെ ലോ വൈസ് ഞാൻ കറക്റ്റ് ആണെങ്കിൽ ബാക്ക് ചെയ്യാൻ ആൾക്കാരുണ്ടാവും എന്നൊരു വിശ്വാസമുണ്ട്. ഇപ്പം ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞ കാര്യമില്ലല്ലോ. ഈ മലയാളിയേക്കാൾ കൂടുതൽ പ്രിയങ്കരം മറ്റേത് ഭാഷക്കാരാണ്? ഇല്ല, എനിക്കിപ്പം മലയാളികളെ തന്നെയാണ് പ്രിയങ്കരം. അന്ന് എനിക്ക് മലയാളികളെ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ലായിരുന്നു, ഇന്ന് എനിക്കറിയാം. മലയാളികൾ മാത്രമല്ല ആരെയും. നമ്മുടെ ഒരുപാട് പ്രാവശ്യം രഞ്ജിനി അതിന് ഉത്തരങ്ങൾ കാര്യങ്ങൾ പറഞ്ഞാണ് ഒരുപാട് ഇന്റർവ്യൂകളിൽ റിപ്പീറ്റ് ആണ്. പക്ഷെ എന്നാൽ പോലും ചോദിക്കുകയാണ്, ശരിക്കും ഒരു മലയാളി പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ അങ്ങനെ ഒരു ഇഷ്യൂസും രഞ്ജിനിയുടെ പേരിൽ ഒരു വിവാദമൊക്കെ ഉണ്ടായിരുന്നത്, എയർപോർട്ട് വിവാദം? ഓ തീർച്ചയായിട്ടും, അതിൽ യാതൊരു സംശയമില്ല. ഏതൊരു മലയാളി പുറത്തുനിന്ന് വന്ന മലയാളിയാണ്, വിദേശ മലയാളിയായിരുന്നു. ആ സമയത്ത് ഞാനത് അറിയുന്നില്ല. അത് പിന്നീട് ഓൺലൈൻ ആൻഡ് മാധ്യമങ്ങളിലൂടെയാണ് ഞാനും തന്നെ അദ്ദേഹം ആരാണെന്ന് അറിയണത്. അദ്ദേഹത്തിൻ്റെ പേര് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. എനിക്ക് ആ എയർപോർട്ടിൽ നടന്ന സംഭവത്തിൽ പ്രശ്നം വേറൊന്നുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ക്യൂ കട്ട് ചെയ്തിട്ടില്ല, വേറൊരാളാണ് കട്ട് ചെയ്തത്. അത് തെറ്റിദ്ധരിച്ച് അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നെങ്കിൽ അത് മര്യാദയ്ക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്യാവുന്നൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്ക് മാത്രമാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായത്. ഹി കോൾ മി എ പ്രോസ്റ്റിറ്റ്യൂട്ട്, തേവിടിശി എന്ന് വിളിച്ചു. ഓക്കെ, അതാണ് എനിക്ക് പ്രശ്നമായത്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന സമയത്ത് ഓഫീസേഴ്സ് ഇൻറ്റർഫിയർ ചെയ്തിട്ട് ഞങ്ങളെ മാറ്റി. ഞാൻ അപ്പം വാട്ട് ദ ഹെൽ യു സേയിങ് എന്ന് പറഞ്ഞ് പ്രതികരിച്ചു നാച്ചുറലി. അപ്പോൾ അവർ പറഞ്ഞു മാഡം പോയി കംപ്ലയിൻറ്റ് ചെയ്യും. ഞാൻ ഒഫീഷ്യൽ കംപ്ലയിൻറ്റ് കൊടുത്തു. പോലീസ് വന്നു, ആളെ ഐഡൻറ്റിഫൈ ചെയ്തു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ബിക്കോസ് ഇറ്റ്സ് റോങ് ടു അബ്യൂസ് എ മാൻ ഓർ എ വുമൺ ഇൻ പബ്ലിക് ഓർ എനിവെയർ. ഇറ്റ്സ് അബ്യൂസ്, അത് അക്സെപ്റ്റഡ് അല്ല. പിന്നെ ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി. വൈകുന്നേരം എണീറ്റപ്പോൾ ഞാൻ ജെറ്റ് ലാഗ്ഡ് ആയിരുന്നു. ഞാനും US നിന്ന് വരായിരുന്നു. വൈകുന്നേരം എഴുന്നേറ്റപ്പോഴാണ് ഓൺലൈനിൽ ഫുൾ ഞാൻ ഇയാൾ എന്തോ ചെയ്തു, മറ്റത് ചെയ്തു. അങ്ങനെയാണ് ശരിക്കും ന്യൂസ് വന്നത്. അത് അങ്ങനെ ചെയ്ത ഒരാള്, അയാൾ ഇന്നവരെ അറിയപ്പെടാത്ത ഒരാളായിരുന്നു. അദ്ദേഹം ഒരു ഹീറോ ആയി. കുറെ നാൾ അദ്ദേഹത്തിന്റെ സൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഈ പ്രതികളൊക്കെ കണ്ട് കുറെ രസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അമ്മ ഞാൻ ഇങ്ങനെ എയർപോർട്ടിൽ വഴക്കുണ്ടായെന്ന് പറഞ്ഞപ്പോൾ അമ്മയും അമ്മയ്ക്കും ഒന്നും അറിയില്ലായിരുന്നു. അമ്മേനെ ഈ മാധ്യമങ്ങളൊക്കെ ഫോണിൽ വിളിക്കായിരുന്നു. ഞാൻ നല്ല ഉറക്കമായിരുന്നു.
സോ എനിവേ അപ്പോൾ എനിക്ക് പ്രതികരിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയോ ടൈമോ കിട്ടിയിട്ടില്ല. ആൻഡ് 90% ആൾക്കാർ എൻ്റെ അടുത്ത് ക്ലാരിഫൈ ചെയ്യാതെയാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. ആകെ 1-2 പേരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൂ. ആശ എന്ന് പറഞ്ഞൊരു സ്ത്രീ മാത്രമേ അത് കറക്റ്റായിട്ട് റിപ്പോർട്ടും ചെയ്തിട്ടുള്ളൂ, ബിക്കോസ് അവർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചു. But whatever it is, the problem is not that. ഇനിയും എന്നെ ആരെങ്കിലും എന്ത് ചീത്ത വാക്ക് വിളിച്ചാലും ഞാൻ പ്രതികരിക്കും. അതിപ്പോൾ എയർപോർട്ട് ആയതുകൊണ്ട്, അത് പബ്ലിക് ആയതുകൊണ്ട് നിങ്ങൾ അറിയുന്നു. ജീവിതത്തിൽ അത് കഴിഞ്ഞിട്ടും ആൾക്കാർ കമൻറ്റ് അടിച്ചിട്ടുണ്ട്, നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഇറ്റ്സ് നോട്ട് റൈറ്റ്. ചില കാര്യങ്ങൾ ശരിയല്ല. യു ഡോണ്ട് ലെറ്റ് ദാറ്റ് ഹാപ്പൻ. ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. ഇത് വേറെ ആൾക്ക് വേണ്ടിയല്ല ഞാൻ പ്രതികരിച്ചു. രഞ്ജിനി ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്തിരിക്കുന്ന ഇഷ്യൂ അതാണോ? ഐ തിങ്ക് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ എന്നെ കുറച്ച് കാണുക, അല്ലെങ്കിൽ നമ്മൾ വി ആർ നോട്ട് ആസ് ഗുഡ് എന്ന് തോന്നിപ്പിക്കുക, അത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. വി ആർ നോട്ട് എനി ലെസർ. ഫിസിക്കലി നമ്മൾ വീക്കർ ആയിരിക്കാം, ശക്തി, ബട്ട് ഐ ജസ്റ്റ് ഫീൽ എ വുമൺ ഇസ് ആസ് കേപ്പബിൾ ആസ് എ മാൻ. ഒരു ആണിനെ പോലെ തന്നെ തുല്യ കേപ്പബിലിറ്റീസ് കുറേ കാര്യങ്ങൾ സ്ത്രീക്കുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ ഒരു സ്ത്രീ എന്ന ഫിസിക്കൽ ബീയിങ്, ഒരു സ്ത്രീ ആയി പിറന്നത് കൊണ്ട് എൻ്റെ ശരീരത്തെ തൊടാൻ വരുന്ന ആൾക്കാർ, ഐ ഡോണ്ട് അക്സെപ്റ്റ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ഫെയർ. അങ്ങനെ വേറൊരു പ്രശ്നം ഉണ്ടല്ലോ, കണ്ണൂരിലൊരു വീഡിയോ കിടപ്പുണ്ട്. അത് മാരഡോണയുടെ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് എല്ലാവരും ആ മാരഡോണയുടെ ത്രില്ല് നിൽക്കുകയാണ്. അപ്പോൾ ഞാനും സ്റ്റേജിൽ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഷോ. പുറത്തേക്ക് ഇറങ്ങിയപ്പം ബൈ ആക്സിഡൻറ്റ് വണ്ടി വരാതെ എന്നെ പുറത്തേക്ക് ഇറക്കി. ആൻഡ് കുറേ ചെറുപ്പക്കാരായിരുന്നു, അവരുടെ ഇടയിൽ ഞാൻ പെട്ടുപോയി. പോലീസും പ്രൊട്ടക്ഷൻ വാസ് വെരി ബാഡ്. പോലീസ് ഉണ്ടായിട്ട് പോലും പോലീസ് വെറുതെ നോക്കുന്നതിനെ പോലെ നിൽക്കുന്നു. അതിനിടയിൽ കൂടെ ഒരു കൈ മുകളിൽ കൂടെ, ഒരു കൈ താഴെ കൂടെ, കൈ അടിച്ചു, കിട്ടുന്നിടത്തൊക്കെ ഞാൻ അടിച്ചിട്ട്, നമ്മൾക്ക് എൻ്റെ ബോഡിയല്ലേ, എൻ്റെ ശരീരം. ഐ ഡോണ്ട് വാണ്ട് എ സ്ട്രേഞ്ചർ ടു ടച്ച് മൈ ബോഡി. എനിക്കിഷ്ടപ്പെടുന്ന ആളെ ഞാൻ കെട്ടിപ്പിടിക്കും, പക്ഷേ എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ ശരീരത്തിൽ തൊടാൻ നോബഡി ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ ഞാൻ പ്രതികരിച്ചു നാച്ചുറലി. ആ ഒരു നാച്ചുറൽ ഇൻസ്റ്റിക്റ്റിൽ ഞാൻ പച്ചത്തറയാണ് വിളിച്ചത്, യാതൊരു സംശയമില്ല. പക്ഷേ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടേ, എന്നെ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഏറ്റവും ആദ്യം പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണല്ലേ. സോ അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു. നിങ്ങൾ എന്ത് പറയുന്നു? ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ രഞ്ജിനി ഹരിദാസ് ഇത്രയും സ്ട്രഗിൾ ചെയ്യുമ്പോൾ അത് ആ ഭാഗത്തു നിന്നുണ്ടായിരുന്ന തെറ്റുകൾ ആണെന്ന് പറഞ്ഞിട്ട് മീഡിയാസ് അത് പലപ്പോഴും തെറ്റാണെന്ന് പറഞ്ഞു അത് പ്രതികരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്ന ആമ്പിള്ളേരുടെ കൂടെ കുറേ ആൾക്കാർ പോയി അത് ശരിയാണെന്ന് വാദിച്ചു.